നല്ല പഴുത്ത ചക്ക കിട്ടുമ്പോഴേ എന്നും അത് പഴമായിട്ട് മാത്രം കഴിച്ചാലോ, ഒരു വെറൈറ്റിയൊക്കെ നല്ലതല്ലേ. കുഞ്ഞുമക്കളും അതൊക്കെ ഒന്ന് ആഗ്രഹിക്കത്തില്ലേ. അപ്പോഴേ നല്ല വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് കണ്ടാലോ. നമസ്കാരം, സുഖമല്ലേ എല്ലാവർക്കും? അതെ, നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് വാഴയില കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇന്നപ്പോൾ സംഭവം വേറെയാണ്. നമ്മുടെ നാടിൻ്റെ തനതായ രുചികളെല്ലാം എൻ്റെ മക്കളും അറിയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ദാ നമുക്ക് കിട്ടിയേക്കുന്ന വരിക്കച്ചക്ക വെച്ചിട്ട് അവർക്ക് ഇലയടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെള്ളമൊക്കെ കയറി നിന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, ചക്കയ്ക്ക് ഒട്ടും തന്നെ മധുരമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ശർക്കര എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചക്ക ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുകയാണേ. എടുത്ത ശർക്കരയിലെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പി വെച്ച് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞെടുത്തു. ഇനി നമ്മൾ അതിനകത്ത് ഇടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത ചക്ക നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അതിനകത്ത് കുറച്ച് ഏലക്കയും കൂടി ഇട്ടാലുണ്ടല്ലോ, ഏലക്ക പൊടിക്കേണ്ടുന്ന പാട് വരത്തില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക നന്നായിട്ട് അരച്ചെടുത്ത ചക്ക നമ്മുടെ അടുപ്പിയിരുന്ന് തിളച്ചുകൊണ്ടിരുന്ന ശർക്കരപ്പാനിയിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തവിയും കൊണ്ടങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഇതൊന്ന് കുറുവിയൊക്കെ വരുന്നുണ്ട്. ഇനിയപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി, അത് ഒരു ചെറിയൊരു ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണേ. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഒരു കുറുക്ക് പരുവത്തിന് ആക്കി എടുക്കുകയാണേ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. വലിയ കൂടുതലായിട്ടൊന്നും ആക്കി വെക്കരുത്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു പിടി ജീരകം, തേങ്ങ അരിഞ്ഞത്, പിന്നെ തേങ്ങ തിരികിയത്, പിന്നെ നെയ്യും, ഇത്രയും സാധനങ്ങളും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക കേട്ടോ. ഇതൊന്ന് കുറുകി വരണം എന്ന് എഴുതി അങ്ങ് നമുക്ക് സ്പൂണിൽ നിന്ന് വീഴാത്ത രീതിക്കൊരു പരുവുണ്ട്. അങ്ങനെ വരരുത്, ഒരു ഇച്ചിരി ലൂസും ആവണം, ആ ഒരു രീതിക്ക്. തേങ്ങ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇലയിൽ പരത്താൻ പറ്റുന്ന രീതിക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ അരിയൊക്കെ ഊറ്റുന്ന കണ്ണാപ്പയുണ്ടല്ലോ, അത് ആണ് വെച്ചേക്കുന്നത്. അതിനകത്തോട്ട് നമുക്കിതെല്ലാം അങ്ങ് പറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കാം. ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ഇത് ആവി കയറുമ്പോൾ ഉണ്ടല്ലോ, നല്ല രീതിക്ക് അകമൊക്കെ വെന്ത് കിട്ടും. എന്നിട്ട് തണുത്തിട്ടാണ് എടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തിട്ടേ നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് എടുക്കാവൂ. കാരണം എന്ന് വെച്ചാൽ അമ്പാടി വന്ന് എടുത്തുകൊണ്ട് പോകുക ഇടയ്ക്ക്. കാരണം എന്ന് വെച്ചാൽ ഇത് ഇലയിൽ നിന്ന് ഇളവി വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് കയ്യിൽ ഒട്ടുന്ന കണക്കൊക്കെ വരും. അപ്പോൾ നന്നായി തണുത്തിട്ടാകുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും. ഇത് നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.